പോവാ എവിടെ? ഹായ് ഡിയേഴ്സ്. മൈക്കില്ല, അതുകൊണ്ട് കേൾക്കുമെന്ന് അറിയില്ല. ഞായറാഴ്ച ആണ്ട് ഞങ്ങളൊക്കെ ഒന്ന് എല്ലാവരും കൂടെ. സുകൂട്ടനുണ്ട്. സുകൂട്ടന് പതിവില്ലാതെ മുണ്ടിലൊക്കെ ആണല്ലോ. ഞങ്ങളെല്ലാവരും ബസ്സിലെ ആൾക്കാരും എല്ലാവരും കൂടെ കൂടിയിട്ടൊന്ന് മിഥുൻ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. ഇവിടെ തൊട്ടടുത്ത് നല്ലൊരു വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടമൊക്കെ ഒന്ന് കണ്ട് കുട്ടികളെയൊക്കെ ഒന്ന് അവിടെ ഇറക്കി കുളിച്ച് അങ്ങനെയൊക്കെ പോകാമെന്ന് വിചാരിച്ചെന്ന് ഞായറാഴ്ച കൊണ്ട് ഇറങ്ങിയതാണ്. എല്ലാവരും ഉണ്ട്. ഹുസൈനുണ്ട്, സുഖമുണ്ട്, അമ്മുണ്ട്. അമ്മു എന്തിയേ? അപ്പോൾ നമുക്ക് വെള്ളച്ചാട്ടം ഇവിടെ ഇത് ഭയങ്കരമായിട്ടോ. കഴിഞ്ഞെല്ലാം ഞങ്ങൾ വന്നിരുന്നു, ഞാനും ഫ്രണ്ട്സ് എല്ലാം കൂടി വന്നിരുന്നു. എൻ്റെ ഷോർട്സ് ഇട്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർ പിന്നെ വരാനോ ഇവർക്ക് ഇങ്ങോട്ട് വരാനുള്ള അവസരമൊന്നും അങ്ങനെ കിട്ടിയില്ല. അപ്പോഴേക്കും വെള്ളമൊക്കെ പോയി. ഇപ്പോൾ ആദ്യം മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ ഉഷാറായിട്ടുണ്ട്. വമ്പം പരിപാടിയാണ്. എന്തായാലും നല്ല ഇതിൽ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. സത്യം. വെള്ളച്ചാട്ടത്തിൽ പോകുന്നോണ്ട് വെള്ളം കൊണ്ട് എടുത്തോണ്ട് വന്ന മഹാനാണ് ഇരിക്കുന്നത്. അത് കൊള്ളാം. സുബു വെള്ളച്ചാട്ടത്തിൽ പോകുന്നോണ്ടാണ് വെള്ളം കൊണ്ട് എടുത്തോണ്ട് വന്നത്. ആൾക്കാര് കൂടുതലുണ്ട്. നല്ല സ്വന്തം. ചിക്കൻ ഞാൻ വന്നിട്ട് അവൻ വാങ്ങിച്ചോണ്ട് വന്നിരുന്നു കേട്ടോ. നമ്മുടെ മെയിൻ കുക്കുണ്ട് നിഷാന്ത് ബ്രോ. നേരത്തെ എത്തിയാടാ ശാന്ത? ഇതിന്റെ ചോറടാ. ഇതൊരു അപൂർവം കാഴ്ചയാണ് കേട്ടാ. കോഴി ശരിയാക്കുന്ന ഒരു അപൂർവം കാഴ്ചയാണ്. എടാ മിഥുന, ഇതൊരു അപൂർവം കാഴ്ചയാണ്. കോഴീനെ ശരിയാക്കുന്നത്. ഇരുന്നിട്ട് എന്തെല്ലാം തരണം ചെയ്യണല്ലോ. അതെ. ഒന്ന് കോഴിയും കയ്യിലുള്ളത് കോഴി, ഇരിക്കുന്നത് കാട്ടുകോഴി. ഒരാള് മിസ്സിംഗ് ആണ്. നമ്മുടെ നകുല് മിസ്സിംഗ് ആണ്. നമ്മുടെ ഷിനോബ്രോ എത്തിയിട്ടുണ്ട് കേട്ടോ. ഷിനോബ്രോ ചിക്കനെല്ലാം മേടിച്ച് രാവിലെ എത്താന്ന് പറഞ്ഞു. എല്ലാം മേടിച്ച് വീട്ടിലെത്തിന്ന് പറഞ്ഞിട്ട് മെല്ലെ കാറെടുത്തിട്ട് വന്ന് കള്ളനാണ്. ഹുസൈൻ്റെ വൈഫാണ് കേട്ടോ. ടീച്ചറാണ്. പാണത്തറ സ്കൂളിലെ ടീച്ചറാണ്. അറബിക് ടീച്ചറാണ്. അവന് പരിചയപ്പെടുത്തണ്ടല്ലോ. നിശാന്തിനെ സഹായിക്കാൻ വേണ്ടി അനിലെത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കറിയൊക്കെ വെച്ചിട്ട് തൊട്ടടുത്ത് തന്നെയാണ് വെള്ളച്ചാട്ടം ഉള്ളത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് കഴിച്ചാൽ മതിയല്ലോ. എന്താടാ മുറിഞ്ഞതാ?
പോണ്ട്. സിനോ പാടാ. അപ്പൊ ഞങ്ങള് ഫുഡെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളല്ല, നിശാന്തും എല്ലാം വരക്ക് കൂടിയിട്ടാണ് ഫുഡാക്കിയത്. ഷിന ആണ് കേട്ടോ തേങ്ങ എല്ലാം ചേരണ്ടേ. ഷിന മിണ്ടുന്നില്ല, ഷിന അകത്ത് പോയിട്ടുണ്ട്. എല്ലാരും പോവാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടുന്ന് ഒരല്പം ഇതിന്റെ വീടിന്റെ അവിടെ നിന്ന് ഒരല്പം പോകാനുണ്ട്. വണ്ടി എടുത്തിട്ട് പോയേക്കും എളുപ്പം. കുറച്ച് നടക്കാനാണ്, ഇച്ചിരി ദൂരമുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയിൽ പോവാം, എന്നിട്ട് അവിടെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നിട്ടാകുമ്പോ സുഖം ഉണ്ടായിരുന്നില്ല, ഹുസൈൻ ഉണ്ടായിരുന്നില്ല, ഷീന ഉണ്ടായിരുന്നടാ. കഴിഞ്ഞ ഷീന ഉണ്ടായിരുന്നില്ല അല്ലേ. പക്ഷെ എല്ലാം ഫുൾ ടീം. അതിൽ കഴിഞ്ഞ 2-3 നാൾ ഇപ്രാവശ്യം മിസ്സായിട്ടുണ്ടല്ലോടാ, ഗൾഫിലായി പോയി. അജീഷ് നാട്ടിലുണ്ടായിരുന്നു, മണിയേട്ടനില്ല. മെയിൻ ആള് നമ്മുടെ ധൈര്യം ഇതായി ബേക്കിൽ വരുന്ന ആളാണ് കേട്ടോ. ആളാണ് നമ്മുടെ ധൈര്യം. ഏത് വെള്ളച്ചാട്ടവും നമുക്ക് മറികടക്കാൻ പറ്റുന്ന ധൈര്യമാണ്. ആ ഫുട്ബോളെല്ലാം വേണ്ട നടപ്പ്. ഫുട്ബോളുണ്ട് കയ്യിൽ വേണ്ട. അത് വയറ്റിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് എടാ, വയറ്റിൽ ഒളിപ്പിച്ച് വെച്ചിട്ടേ. Afi.
ഇരിക്കില്ലേ? അമ്മോ ഒരു കസേര ക്ലോസറ്റ് ആണ് നിൽക്കാം. അമ്മോ അമ്മ കഴിച്ചോ? അപ്പൊ ഡിയേഴ്സ് ഞങ്ങൾ ഇന്നത്തെ കലാപരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. വളരെ അടിപൊളിയായിരുന്നു കേട്ടോ. സുഖമായിട്ടാ ബിച്ചോ ഹുസൈനെ ഇല്ലേ? ഹുസൈനും സുഖമൊക്കെ ആദ്യമായിട്ടാട്ടോ എക്സ്പീരിയൻസ്. ഷിനോയ് അല്ലേ ആദ്യമായിട്ടാണ്. പക്ഷെ ഇത് കുറച്ച് നമുക്ക് ഇവിടുന്ന് ഇച്ചിരി അല്പം നടന്നു പോകാനുണ്ട് എന്നുള്ളൊരു ഇതേ ഉള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. ഇന്നത്തെ ദിവസം പൊളിച്ചടിക്കുക. ഞങ്ങൾക്ക് നന്നായിട്ട് ഫുഡൊക്കെ വെച്ചത് അമ്മയോട് ഇരിക്കൊണ്ടിട്ടാ. ഇതിന്റെ അമ്മയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ അന്ന് 8-10 ആളുണ്ടായിരുന്നു. അന്ന് 8-10 ആളുണ്ടായിരുന്നു ഞങ്ങള്. നല്ല രസം ഉണ്ടായിരുന്നു. അവിടെ പോയിട്ടുള്ള ആ ഒരു വൈബാണ് ഭംഗി അല്ലേ? കാടെല്ലാം ഇതായിട്ട് ഇങ്ങനെ എന്തോ ഒരു രസം. എത്തിപ്പെടാൻ കുറച്ച് അത്ര ചില സ്ഥലത്ത് വെച്ച് നോക്കുമ്പോഴൊന്നും അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ല ഇതങ്ങോട്ട് പിടിച്ചോടാ ഒന്നങ്ങോട്ട്. പിന്നെ ഒന്നാമത് ഞങ്ങൾ എല്ലാവരും കുറച്ച് നാളുകളായിട്ട് ഇപ്പൊ നല്ല മാനസിക സംഘർഷാവസ്ഥയിലായിരുന്നു. അതെ അതെ അല്ല ഒന്നിച്ചായതില്ല നമ്മുടെ സംഘർഷം അങ്ങനെ ഉണ്ട്. അത് പിന്നെ തീർക്കാതെ ഈ വണ്ടി പറ്റിയുള്ള സ്ട്രെസ്സും സ്ട്രെയിനും മാറാൻ വേണ്ടി തീർച്ചയായിട്ടും. പിന്നെ ഞങ്ങൾ ഞായറാഴ്ച നമ്മുടെ ഒരു വണ്ടിയാന്ന് ഓടാതെ. ഇപ്പൊ ഷിനോ ഓടിക്കുന്ന വണ്ടി ഞായറാഴ്ച ഓടുന്നതാണ്. പിന്നെ അത് പിന്നെ ഇപ്പൊ പറയേണ്ട കാര്യമില്ല. ഷിനോറില്ല നമ്മുടെ ലേണലക്സത്തിന്റെ സാരഥിയാണ് ഷിനോ. ഷിനോന്റെ വീട് പോകണമെല്ലാം ഇന്നിപ്പോ പ്രിയദർശിനി കാരണം ഞായറാഴ്ച നിർത്തി. ബാക്കിയുള്ള ദിവസം ഓടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞായറാഴ്ച ഒട്ടും ഓടിയിട്ട് കാര്യമില്ല. എന്താ ചെയ്യാ? അപ്പൊ ഞങ്ങളെല്ലാം കുറച്ചു കാലം ഈ ചിരിയും കളിയെല്ലാം ഞങ്ങളിൽ ഉണ്ടാവും. ഇനിയിപ്പോ അടുത്ത വലിയ വെള്ളച്ചാട്ടം കാണാൻ ഞങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. വണ്ടിയെല്ലാം വിറ്റ് ഞങ്ങൾക്ക് വല്ല കൂലിപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും അല്ലെ. അപ്പൊ പ്രിയദർശിനി കാരണം നല്ല ബുദ്ധിമുട്ട് മൊത്തത്തില്. അതാണ് ഞങ്ങളുടെയും പ്രാർത്ഥന. അല്ലാതെ ചെയ്യാൻ നല്ലത്. പിന്നെ ഞങ്ങളുടെ ഒരു അവസ്ഥ അറിയാലോ നിങ്ങൾക്ക്. പിന്നെ അശ്നാന്റെ പപ്പാടെ ഒരു മരണം, അതുപോലെ പിന്നെ ഈ വണ്ടിയുടെ കാര്യം, ഉപ്പ നാട്ടില് അശ്നാന്റെ പ്രഗ്നൻസിയുടെ ഉള്ളൊരു ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ, അതിൻ്റെതായ ഇത് എല്ലാം കൊണ്ടും ഞങ്ങളും നല്ല മാനസികമായിട്ട് കുറച്ചൊരു പിരിമുറുക്കത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം അഫി പോയപ്പോഴേ ബഹളം വെക്കാൻ തുടങ്ങിയത്. എന്തായിട്ടും വരണം എന്ന് പറഞ്ഞിട്ട് മോൻ ഭയങ്കര ബഹളമായിരുന്നു. അപ്പൊ എല്ലാവരും ഇന്ന് കിട്ടി. ഇപ്പൊ നമ്മുടെ 2 ആളും മിസ്സായിട്ടുണ്ട് കേട്ടോ. നിശാന്തും അതുപോലെ അനുവും മിസ്സായിട്ടുണ്ട്. അവർക്ക് അങ്ങ് കോട്ടപ്പാറ വരെ പോകാനുണ്ട്. നിശാന്തിന്റെ വൈഫിന്റെ വീട്ടിൽ അനുവിന്റെ വീട്ടിൽ പോകാനുണ്ട്. അപ്പോൾ കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഇപ്പോൾ പോയാലേ വൈകുന്നേരത്തിനുള്ളിൽ തിരിച്ചെത്താൻ പറ്റുള്ളൂ. അങ്ങനെ അവർ പോയിട്ടുണ്ട്. എന്തായാലും ഒന്ന് അടിപൊളി ദിവസമായിരുന്നു ഞങ്ങൾക്ക്. ഒന്നല്ലടാ ഒന്ന് സ്ട്രെസ്സെല്ലാം ഒരു മാനസിക സംഘർഷാവസ്ഥയിലൊന്ന് കുറഞ്ഞു. ഒരു ചെറിയ സമാധാനമായി. വെള്ളത്തിലെല്ലാം ഇറങ്ങി. പിന്നെ ഇവര് അധികം അനു ഇറങ്ങിയല്ലടാ, ഇവര് ഇറങ്ങിയില്ല അങ്ങനെ. കാരണം നല്ല വഴുക്കലും കുറച്ച് നല്ലോണം ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ്. പിന്നെ കുട്ടികൾ നമ്മൾ ഇത്രയും ആണുങ്ങൾ ഉള്ളതുകൊണ്ട് കുട്ടികളുടെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പോയി. ഇപ്പൊ ചോറലുണ്ട്, നല്ല ചിക്കൻ കറിയും സാമ്പാറും തോരനും പച്ചടി അച്ചാറ് എല്ലാം ആയിട്ട് ചോറൊക്കെ ഉണ്ട്.
ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ പോകുമ്പോൾ തന്നെ കറി വെച്ച്, ഞങ്ങൾ കണ്ടില്ലേ വീഡിയോയിൽ, പോകുമ്പോൾ തന്നെ കറി വെച്ചിട്ടാണ് പോയത്. അതിൽ മെയിൻ നമ്മുടെ നിശാന്തും അനുവും അമ്മയെല്ലാം കൂടിയിട്ടാണ് കറിയൊക്കെ വെച്ച്. ഞങ്ങൾ വരുമ്പോൾ ഒന്നിച്ച് ചിക്കനൊക്കെ വാങ്ങി വന്നതാണ്. എന്തായാലും നല്ലൊരു ദിവസം. നമുക്ക് ഇവിടെ നിന്ന് മിസ്സായിട്ടുണ്ട് കേട്ടോ. മെയിനായിട്ട് ഒരാൾ ഇവിടെ നിന്ന് മിസ്സിങ് ഉണ്ട്. മൂത്ത മോള് കുവൈത്തിലല്ലടാ, കുവൈത്തില്. മിഥുന്റെ സിസ്റ്റർ കുവൈത്തിലാണ് ഉള്ളത്. ആളൊരു മിസ്സിങ് തന്നെയാണ് ഇവിടെ വരുമ്പോൾ. പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അമ്മമ്മ അയൽക്കൂട്ടത്തിന് പോയിട്ടുണ്ട്. സൺഡേ ഉണ്ട്, അയൽക്കൂട്ടം ഉണ്ട്, കുടുംബശ്രീ അതിന് പോയിട്ടുണ്ട്. അപ്പൊ എന്തായാലും എല്ലാവർക്കും അല്ല എന്തും പറയണ്ടോ വിച്ചു? പൊള്ളി ദിവസമായിരുന്നു. അങ്ങനെ നമ്മുടെ നകുലും മിസ്സിങ് ആണടാ. നകുലില്ല, മണിയണില്ല, അജീഷില്ല. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ പല ആൾക്കാരും ഇല്ലല്ലോ. സുരേട്ടനെ മിസ് നമ്മള് പെട്ടെന്ന് പ്ലാൻ ചെയ്തല്ലോ. അങ്ങനെ വന്ന് അല്ലാതെ നേരത്തെ പ്ലാൻ ചെയ്താൽ വരലൊന്നും നടക്കൂല. രാവിലെ ഹുസൈൻ വീട്ടിൽ വന്നു. പിന്നെ അപ്പൊ അവനോട് അവിടെ ഇങ്ങനെ ഒന്ന് പോയാലോ, അന്ന് പോകാന്ന് പറഞ്ഞു. ഹുസൈൻ ഓക്കെ ആയി. അപ്പോഴേക്കും ഇവരോടും പറഞ്ഞു. അങ്ങനെ ആയിട്ട് നിശാന്ത് വിളിക്കും. നിശാന്ത് പറഞ്ഞു അന്ന് ഞാനും വരാം, കുച്ചായിട്ട് ഇന്ന സമയത്ത് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നിന്നെ വിളിച്ചു. അങ്ങനെ ഒരു പെട്ടെന്ന് അറേഞ്ച്മെന്റ്സ് ആയതുകൊണ്ട് സുരേനെ മിസ്സായി പോയതാണ് സത്യത്തിൽ. അല്ലെങ്കിൽ സുരേൻ വന്നേനെ. പിന്നെ നമ്മുടെ സുഖം ഉള്ളതുകൊണ്ട് നമുക്ക് ബോറടി ഒന്നുമില്ല. സുഖം നമ്മൾ കാണുന്ന ആളൊന്നല്ല. ഇൻസ്റ്റാഗ്രാം മില്യൺ കണക്കാ വ്യൂസ് പിടിക്കുന്ന ആളാണ്. നല്ലൊരു വിശദമായിട്ടൊരു ഇന്റർവ്യൂ വരാനുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിന് മുമ്പായിരിക്കും ചിലപ്പോൾ ഇന്റർവ്യൂ പോവാ അല്ലെ. ഒരു ഇന്റർവ്യൂ ഉണ്ട് സുഖുവിന്റെ. അന്യായ സാധനം വരാനുണ്ട്. ഞങ്ങൾക്കെല്ലാം അഭിമാനം തരുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ സമൂഹ മാധ്യമത്തിൽ ഇപ്പോ സുഖു ഉണ്ട്. സുഖു അല്ല കേട്ടോ അവന്റെ പേര്. സത്യം പറഞ്ഞ പേര് സുനിൽ എന്നാണ്. സുഖു എന്ന് അവന്റെ അച്ഛന്റെ പേരാണ് സുഖമാരൻ എന്നുള്ളത്. സത്യം പറയാം. ഇത് ഞങ്ങൾ ഞാനിവന് എത്ര വർഷങ്ങളായി, 10-25 വർഷത്തിന് മുകളിലായി ഞങ്ങൾ പരിചയമായിട്ട്. അങ്ങനെ കഴിഞ്ഞ വർഷം ഒരു കംപ്ലൈന്റ് സ്റ്റേഷനിൽ കൊടുക്കാൻ പോകുമ്പോ എല്ലാം എഴുതിയിട്ടാകുമ്പോൾ ഞാൻ അതിന്റെ അടിയിൽ ഈ സുഖു എന്ന് എഴുതി. അപ്പൊ എന്റെ പേര് സുഖു എന്നല്ല, സുനിൽ വി എസ്. അത് അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ നീ സുഖു എന്ത്? എന്റെ അച്ഛന്റെ പേര് സുകുമാരൻ. അതെനിക്കറിയാം. സുകുമാരേട്ടൻ എനിക്ക് അറിയാലോ. സുകുമാരേട്ടൻ നമ്മൾ അത്രയും ബന്ധമല്ലേ. അപ്പൊ അല്ല, സുഖുവിന്റെ കുട്ടൻ, സുഖൂട്ടൻ. അങ്ങനെ നാട്ടില് സുഖൂട്ടൻ ആയതാണ്. യഥാർത്ഥ പേര് സുനിൽ വി എസ്. സുനിൽ ഉണ്ടാതെ. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് അടിപൊളി ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. ഓക്കെ.